ഹായ് ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വാൻകൂവർ ഐലൻഡിലാണ്. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകൂവർ ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഐലൻഡിനടുത്ത് തന്നെയുള്ളൊരു സോൾ സ്പ്രിംഗ് എന്നൊരു ഐലൻഡിലേക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൂടെ ഇന്ന് നന്ദനയുണ്ട്, പിന്നെ നമ്മളുടെ വർഗീസ് ഉണ്ട്. അപ്പോൾ വർഗീസിൻ്റെ ട്രക്കിലാണ് നമ്മൾ പോകുന്നത്. വർഗീസ് ഒരു ഗ്ലാസ് താത്തിട്ടൊരു ഹായ് പറഞ്ഞേ. അപ്പം ഇതാണ് വർഗീസ് മാത്യു. നാട്ടിൽ സ്ഥലം എവിടെ? പുള്ളി മ്യൂസിക് നാട്ടിൽ കൊടുങ്ങല്ലൂർ സ്ഥലം. ഈ ഗ്ലാസ് താത്തെ. ഓക്കെ, ഇത് നന്ദന, നാട്ടിൽ സ്ഥലം തൊടുപുഴ. ഓക്കെ, പോകുന്നത് സോൾ സ്പ്രിംഗ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡാണ്. ഞാൻ മുമ്പ് നനൈമയെ പറ്റി പറയായിരുന്നു. നനൈമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് ഞാൻ ബെൽറ്റ് ഇട്ടിട്ടെ. ഓക്കെ, അപ്പം നനൈമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൻകൂവർ എന്ന് പറയുന്ന സ്ഥലമാണ്. വാൻകൂവറാണ് BCയിലെ ഒരു മെയിൻ സ്ഥലം. അപ്പം അതിൻ്റെ അടുത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ ഒരു ഫെറി എടുത്ത് കഴിയുമ്പം നമ്മളിവിടെ ഐലൻഡിലേക്ക് എത്തും. നനൈമോ വാൻകൂവർ ഐലൻഡ് എത്തും. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് നനൈമോയിലാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇതിനടുത്ത് തന്നെ സോൾ സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. അപ്പം ഐലൻഡിനെ പറ്റി ചെറിയൊരു വിവരണമൊക്കെ ഞാനാണെങ്കിൽ അവിടെ എത്തുമ്പം അതിനെപ്പറ്റി തരാം. ഇന്ന് ക്ലൈമറ്റൊക്കെ നല്ല രസമാണ് കണ്ടോ, നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇവിടെ വിൻ്റർ ആണെങ്കിലും വാൻകൂവർ ഐലൻഡിൽ പസഫിക് ഓഷനിൻ്റെ തീരത്തായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം നല്ല വെതറാണ്. പിന്നെ ഇതാണ് വർഗീസിൻ്റെ വണ്ടി. പുള്ളിയാണ് ഇവിടുത്തെ ട്രക്ക് മുതലാളി. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ റാം എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഡോഡ്ജല്ലേ ഇത്? ഡോഡ്ജിൻ്റെ അമേരിക്കൻ മോഡൽ വണ്ടിയാണ്. അതിൻ്റെ റാം എന്ന് പറയുന്നൊരു വണ്ടിയായത്. നല്ല സ്പേഷ്യസ് ഒക്കെയാണ്. അത്യാവശ്യം നമ്മളിത് ടോ ചെയ്യാനും നല്ല ടോർക്കൊക്കെ ഉള്ള ഒരു നല്ലൊരു വണ്ടിയാണ്. പിന്നെ ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പം വൈശാഖിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോവാണ് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ പോകുന്ന ഇതിപ്പോൾ ഒരു സ്കൂൾ സോണാണ്. നമ്മളിവിടെ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലേക്കായിട്ട് ചെറിയൊരു വ്യത്യാസം ഇവിടെ നോക്കിയാൽ കാണാമെന്ന് അറിയില്ല കേട്ടോ. സ്പീഡ് 30 km/h എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളിവിടെ 30 km/h മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് വർഗീസ് ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. പിന്നെ പുള്ളിക്കാരൻ പണ്ടേ ഇത്തിരി സ്പീഡിൻ്റെ ആളാണ്, സ്പീഡ് മെയിനാണ്. പക്ഷേ നമ്മൾ ആ ഒരു സ്പീഡ് കുറച്ച് പോകണം. അല്ലെങ്കിൽ ഇവിടെ കമ്മ്യൂണിറ്റി വാച്ച് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഇവിടെ തന്നെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നമ്പർ വിളിച്ച് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് സ്പീഡിലാണ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നമ്മുടെ വീട്ടിൽ വരിക, നമുക്ക് എതിരെ കേസ് എടുക്കാൻ ഉള്ള വകുപ്പൊക്കെ അവരുടെയിലുണ്ട്. ഞാനി പിന്നെ നനൈമോ ഒക്കെ കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ പിന്നെ എടുക്കാം. പക്ഷേ ഇപ്പം ജസ്റ്റ് ഞങ്ങൾ ഇപ്പം സോൾ സ്പ്രിംഗ് ഐലൻഡിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നനൈമോ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഫുള്ള് അപ്പം ബാക്കിൽ തുമ്മലൊക്കെ വരുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ തിരിച്ചു പോയി ഫോൺ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പം ഇവിടുത്തെ ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ്, കാനഡയിലെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട്. പക്ഷേ കാനഡയുടെ വെസ്റ്റ് ഭാഗം ആയിട്ടുള്ള വാൻകൂവർ, ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലെ വാൻകൂവർ, പിന്നെ അതിനപ്പുറത്തുള്ള ഐലൻഡ് ആയിട്ടുള്ള വാൻകൂവർ ഐലൻഡ്, അവിടുത്തെ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെതറാണ്. ഇപ്പം ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എൻ്റെ ക്യാമറയിൽ സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആണ് വിൻ്ററിൽ നമുക്ക് തരുന്നത്. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ ഫുള്ള് ഈ ഡള്ളായി കഴിയുന്നു. വിൻ്ററായി കഴിയുമ്പോൾ ഭയങ്കര മഞ്ഞൊക്കെ വീഴുന്നുണ്ട്. നമ്മൾ കുറേ നാൾ ഈ സൂര്യനെ കാണുന്നതൊക്കെ ഒത്തിരി കുറയുന്നുണ്ട്. നമുക്കങ്ങ് ബോറടിച്ചൊരു വല്ലാത്തൊരു സുഖമില്ലായ്മ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമുക്കിങ്ങനെ മനസ്സിൽ തോന്നും. പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു ലൈവ്ലിയാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിറ്റി വേണം. എന്ന് വെച്ചാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വീക്കെൻഡൊക്കെ പോകുമ്പം അങ്ങനെ അതൊരു രസമാണ്, ഔട്ട്ഡോഴ്സൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ വന്ന് ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളല്ലോ നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പം അത് ഒരു നല്ല രസമുള്ളൊരു കാര്യം. അപ്പം നമ്മളത് എപ്പോഴും കീപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പോയി ഫോൺ പിക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് സോൾ സ്പ്രിങ്ങിലേക്ക് പോകാനും പിന്നെ അവിടെ ചെന്ന് ഫെറിയിൽ നമ്മൾ എങ്ങനെയാണ് കയറുന്നത്, ഫെറിയുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പിന്നെ സോൾ സ്പ്രിങ്ങിൽ കുറച്ച് നല്ല കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് പോയെന്ന് കവർ ചെയ്യാം. പിന്നെ എനിക്കിതിനകത്ത് കാണിക്കാൻ തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നിങ്ങളുണ്ടോ ഇതിൻ്റെ ട്രക്കിലാണെങ്കിലും ഇവിടെ ഇത് പുള്ളി ഓട്ടോമാറ്റിക്കാണ് എടുത്തേക്കുന്നത്. അപ്പം
4 ഗിയറേ ഇതിനകത്തുള്ളൂ. ഡ്രൈവ്, ന്യൂട്രല്, റിവേഴ്സ്, പാർക്ക്. പിന്നാണെങ്കിൽ അതിൻ്റെ മറ്റേ നമുക്ക് ഡിഫറൻഷ്യൽ ടോർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മെന്യൂസ് ഉണ്ട്. പക്ഷേ എന്നാലും ഈ നമ്മൾ ഇത്രയും ടോഗ്ലിങ് മാത്രമേ ഉള്ളൂ നമ്മൾ വണ്ടി ഓടിക്കാൻ നേരമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര കംഫർട്ട് ലെവലാണ് കേട്ടോ നമ്മൾ ട്രെക്കിനകത്ത് യാത്ര ചെയ്യുമ്പം. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോങ് ഒക്കെ പോകുമ്പം കാറിനകത്തൊക്കെ ആകുമ്പോൾ നമുക്കൊരു മുഷിപ്പ് തോന്നും. പക്ഷേ ട്രെക്കിനകത്താകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരില്ല. ഭയങ്കര എൻജോയബിളാണ് നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ. ഓക്കെ, അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് വൈശാഖിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വൈശാഖ് ഒരു ജസ്റ്റ് ഹായ് പറഞ്ഞേ. ഓക്കെ, നമ്മളിപ്പോൾ സോൾ സ്പ്രിംഗ് ഐലൻഡിലേക്ക്. എനിക്കിവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് ട്രെയിലേഴ്സ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ വെള്ള കളറിൽ വീട് പോലിരിക്കുന്നത്, ഇത് ട്രെയിലേഴ്സും ഹോളിഡേ ക്യാമ്പേഴ്സും ഒക്കെയാണ്. അപ്പം ഈ ട്രെയിലേഴ്സും ഹോളിഡേ ക്യാമ്പേഴ്സും വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നനൈമോ എയർപോർട്ടാണ് ഇത്. അപ്പം നനൈമോ എയർപോർട്ടിൽ ആൾക്കാർ വന്ന് ലാൻഡ് ചെയ്തിട്ട് ഇത് ഭയങ്കര ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ എന്ന് വെച്ചാൽ വാൻകൂവർ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് വെച്ച് ഇവരാണെങ്കിൽ ഈ ട്രെയിലർ റെൻറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് ട്രക്ക് വേണമെങ്കിൽ ട്രക്കായിട്ട് റെൻറ്റ് ചെയ്യുമ്പോൾ വർഗീസിൻ്റെ ട്രക്ക് പോലത്തെ ട്രക്ക് നമുക്ക് റെൻറ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ടോയിങ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് ഈ ക്യാമ്പേഴ്സ് കൊണ്ടുപോകാം. അപ്പം ഇവിടെ ഒരുപാട് ക്യാമ്പ് സൈറ്റ്സുകളുണ്ട് ഈ ഐലൻഡിൽ. അപ്പം പല ക്യാമ്പ് സൈറ്റ്സിൽ ആൾക്കാർ സമ്മർ ആകുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ട്രക്ക് റെൻറ്റ് ചെയ്ത് ഈ ട്രെയിലേഴ്സ് റെൻറ്റ് ചെയ്ത് പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഇതെടുത്തിട്ട് ഭയങ്കര ദൂരത്തേക്കൊക്കെ പോയി കാട്ടിലൊക്കെ പോയി ഒരു 3, 4, 5 ദിവസമൊക്കെ ക്യാമ്പ് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ എയർപോർട്ടിന് അടുത്ത് തന്നെ ഇങ്ങനെ റെൻ്റിലുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. എനിക്ക് അതിൻ്റെ റെൻ്റ് എത്രയാണെന്നൊന്നും അറിയില്ല. ഒരു $400 ആവും തോന്നുന്നില്ല. അത് പിന്നെയും ഞാനത് ഗസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് ഫ്രീ ആയിട്ട് നമുക്ക് പോയി ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. നമ്മൾ ആദ്യം ആരവിടെ ചെല്ലുന്നോ ആ സ്പോട്ട് കിട്ടും. അവർക്ക് അവിടെ എത്ര ദിവസം വേണമെങ്കിലും ക്യാമ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഓരോരോ ക്യാമ്പ് സൈറ്റ്സുകൾ നമുക്ക് ബുക്ക് ചെയ്യാം. എന്നിട്ട് ആ ക്യാമ്പ് സൈറ്റ്സിൽ നമുക്കൊരു 5-6 ദിവസമൊക്കെ നിന്ന് അവിടെയൊക്കെ തന്നെ നമുക്ക് ഫിഷൊക്കെ ചെയ്ത് അങ്ങനെ വളരെ രസമായിട്ട് കുറച്ച് നമുക്ക് അടിച്ചു പൊളിച്ചൊരു ഓഫ് ദ റേഡാറായിട്ട് നമുക്ക് കുറച്ച് നാൾ ജീവിക്കാം. രസമാണ് അത്. ഞങ്ങൾ ഒരു തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ വരുന്ന സമ്മറിൽ അത് ഒന്നുകൂടെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയൊരു പണി കിട്ടിയെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ആ ഒരു ടൈമും കാൽക്കുലേറ്റ് ചെയ്തതിന് ആ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി 2:23 ആകുമ്പോഴേ നമ്മൾ ഫെറിയുടെ അവിടെ എത്തുള്ളൂ. പക്ഷേ അവിടെ നമ്മൾ ഫെറി എടുത്തിട്ട് വേണം ഐലൻഡിലേക്ക് പോകാൻ. പക്ഷേ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആയിപ്പോയി. നമ്മൾ അവിടെ 15 മിനിറ്റ് മുമ്പേ മിനിമം 15 മിനിറ്റ് മുമ്പേ എത്തിയാലേ അവർ നമ്മളെ ഫെറി കയറ്റുള്ളൂ. പിന്നെ ഇവിടെ ഭയങ്കര കറക്റ്റ് ടൈമിലായി ഫെറിയൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്കത് കിട്ടാൻ സാധ്യതയില്ല. എന്തായാലും നമ്മൾ അവിടെ വരെ പോയി നോക്കുക. ഫെറി കിട്ടിയാൽ നമ്മൾ ഐലൻഡിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും ലൊക്കേഷൻ പിടിച്ച് അവിടെ എന്തെങ്കിലും നമുക്ക് സ്ഥലങ്ങൾ എന്തെങ്കിലും കാണാമെന്ന് വിചാരിക്കുക. അടുത്ത ഫെറി ലീവ് ചെയ്യുന്നത് എത്ര മണിക്കാണ്? 3:45. ഇപ്പോൾ സമയം 2:30 ഏതാണ്ടായി. അപ്പോൾ ഒരു 1.25 മണിക്കൂർ 1.25 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫെറിക്ക് കയറാം. പക്ഷേ ഇപ്പോൾ കയറിയാലും തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ സൺസെറ്റ് കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. സൺസെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാവും. നമ്മൾ ചെന്ന് കാണാൻ നമ്മൾ ഡ്രോണൊക്കെ ഒന്ന് എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം അതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളിന്ന് ഫെറി എടുത്ത് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പം ഇവിടെ അടുത്തൊരു ലോക്കൽ ഒരു തേർഡ് വേവ് എന്ന് പറയുന്നൊരു കോഫി ഷോപ്പിലോട്ട് നമ്മൾ വരുവാണ്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും നമുക്കൊന്ന് കഴിക്കാമെന്ന് വിചാരിക്കുക. അപ്പം ഇവർ വന്ന് അകത്തോട്ട് കയറുക. ഇനി അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ജസ്റ്റ് അകത്തോട്ട് കൊണ്ടു കയറാമെന്ന് വിചാരിക്കുക. ഇതാണ് ഇവിടെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ. തേർഡ് വേവ് ഇവർ അത്യാവശ്യം ഒരു ലോക്കൽ പ്ലേസാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പം അത്യാവശ്യം ലോക്കൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇവർക്ക് ഇവിടെ കുറച്ച് ആർട്ടിഫാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ എന്താണ് ഇവിടെ കഴിക്കുക? ഓക്കെ, അവരിപ്പോൾ ഇവിടെ അകത്ത് ഫുഡ് മെനു ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താടാ ഇവിടെയുണ്ട് വെജിറ്റബിൾ സമൂസ. ഇവിടെയുണ്ട് വെജിറ്റബിൾ സമൂസ. ഒരു സമൂസയ്ക്ക് എത്ര? $6 ഒരു സമൂസയ്ക്കാ? ഓ, അത് ഭയങ്കര വിലയാണല്ലോ. ഇവിടെ നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ ട്രൈ ചെയ്യാന്ന്? ഓക്കെ ഗൈസ്, ഇതുണ്ട്. ഇത് പാം സ്റ്റോൺസ്. അത് നല്ല ഫോട്ടോ ആണ് കേട്ടോ. ഇതിവിടെ പാം സ്റ്റോൺസ് ഉണ്ട് എന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ക്വാഡ്സ് ടവർ എന്നാണ് ഈ കുഞ്ഞു സാധനത്തിന് പറയുന്നത്. പിന്നെ എന്ത് ചുരുട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെന്ത് എനിക്ക് വന്നത് ഇതുണ്ടോ, ഷെൽ ആൻഡ് ഹെർബ് ബണ്ടിൽസ്. അപ്പം കുറേ കാണാൻ ഇങ്ങനെ രസമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അല്ല, ഇതൊക്കെ എന്തോ എനിക്ക് വലിയ പിടിയൊന്നുമില്ല കേട്ടോ. ആ, എന്തേ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ ഇതൊക്കെ തൂക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പം നമ്മൾ ഒരു ടർക്കി സാൻഡ്വിച്ചും പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത്, പിന്നെ ഇതേ ഒരു ഐസ് ലാറ്റെ ഓർഡർ ചെയ്തു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഐസ് ലാറ്റെ ഓർഡർ ചെയ്ത് വെച്ച് ഇപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇതായിരുന്നു മറ്റേ നമ്മുടെ എന്താ സ്പൈസി ടർക്കി അല്ലേ? സ്പൈസി ടർക്കി. ഓ, ഇതായിരുന്നു സ്പൈസി ടർക്കി. ഇതും സ്പൈസി ടർക്കി. നിങ്ങൾക്ക് രണ്ടുപേരും സ്പൈസി ടർക്കി ആയിരുന്നു. പിന്നെ എൻ്റെ ആണ് ഡബിൾ മീറ്റ്. ഇതിനകത്ത് ഹാമും ബേക്കണും ചീസും എഗ്ഗ് ഉണ്ടെന്ന് തോന്നല്ലേ? എഗ്ഗ് ഉണ്ട്, ഇതിനകത്തും എഗ്ഗ് ഉണ്ട്. പിന്നെ ലെറ്റസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഫുള്ള് ചെടി മരം പോലെ ഇരിക്കുക. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. മീറ്റ് എടുത്തിട്ട് ട്രൈ ചെയ്യല്ല കേട്ടോ. ഇത് നേരത്തെ ഉണ്ടാക്കിയ മീറ്റാണെങ്കിലും മീറ്റ് ഒരു ജ്യൂസി കൺസിസ്റ്റൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വർഗീസ് 2 കടി കൊണ്ടാണ് തീർന്നത്. ഇവിടെ ഇവരെ ക്രാങ്ക് ചെയ്ത് ആ ട്രെയിലറിലേക്ക് മറ്റേ നമ്മുടെ ബോട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. ഞാനപ്പോൾ അടുത്ത് പോയി അങ്ങനെ വീഡിയോ എടുക്കുന്നില്ല, അവർക്കത് ഇഷ്ടമാണെന്ന് അറിയില്ലല്ലോ. അതിനകത്ത് അവരിങ്ങനെ ഫുള്ള് കയറ്റിയിട്ട് വണ്ടിയുടെ ബാക്കിലേക്ക് ഇങ്ങനെ ചെയ്തേക്കാണ്. അപ്പുറത്ത് അതുപോലൊരു ബോട്ടുണ്ട്. അതിപ്പോൾ നല്ല രസമുള്ളൊരു ഹോബി കേട്ടോ. നമ്മൾ കടലിലൊക്കെ പോയിട്ട് സാമൺ, പുള്ളിയുടെ ഇതിനകത്തൊരു കേജ് ഇരിപ്പുണ്ട്. ആ കേജിനകത്ത് ക്രാബ് പിടിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു. ഇപ്പം പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ക്രാബ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പുള്ളിയുടെയിലാണെങ്കിൽ ഒരു കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേജ് വെച്ചിട്ട് പുള്ളി ക്രാബിങ്ങിന് പോയി. അപ്പോൾ 4 എണ്ണത്തിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് 4 എണ്ണം കിട്ടി. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് ക്രാബിനെയൊക്കെ പിടിച്ച് അത് അങ്ങനെ ആ എക്കോസിസ്റ്റം നശിപ്പിക്കത്തൊന്നുമില്ല. അത് പുള്ളിക്കാരനോട് ബൈയൊക്കെ വെറുതെ പുള്ളിയുടെ വണ്ടി പോകുന്നുണ്ട്. ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകും. നല്ല രസമാണ് അത്. ഇങ്ങനെ പോവും. അപ്പം ഞാൻ പുള്ളിയോട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു ലോ ടൈഡും ഈ ടൈഡ് ഇറങ്ങിപ്പോകുന്ന സമയത്തല്ല അവർ ക്രാബ് ചെയ്യുന്നത്, ടൈഡ് കയറി വരുന്ന സമയത്ത് അവർ ക്രാബ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഈ ടൈഡ് കയറി വരുമ്പം വെള്ളം കയറി വരുമല്ലോ. അപ്പം ഈ ക്രാബ് ഈ വെള്ളത്തിനൂടെ കയറി വരും. അന്നേരം അങ്ങനെ കയറി വരുമ്പം അതിനകത്താണെങ്കിൽ ഇതിനെ പിടിക്കാൻ നല്ലതാണ്. അതാണ് എൻ്റെ ബെസ്റ്റ് ടൈം എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണ് കയറാൻ പറ്റുമോ എന്ന്. പക്ഷേ എന്തോ വർഗീസായിട്ട് ഇവിടുത്തെ പുള്ളിക്കാർ പറയുണ്ടായി. എന്താ കയറാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഫെറി ടെർമിനലിൽ പോയിട്ട് പേ ചെയ്യണം. പേ ചെയ്യുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് തരും. 4 വണ്ടിക്കൊരു പേയ്മെൻറ്റും പിന്നെ 4 പേർക്കൊരു പേയ്മെൻറ്റ്, അങ്ങനെയാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഫെറിയുടെയൊക്കെ റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി എടുക്കുന്നതിന് $31.80. ആ തിരിച്ചും അത്ര തന്നെയാണ്. പിന്നെ അഡൽസിൻ്റെ പ്രൈസ് സീനിയേഴ്സിന് ഫ്രീ ആണ് കേട്ടോ. പക്ഷേ അത് മൺഡേ ടു തേഴ്സ്ഡേ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ID പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പിള്ളേർക്കൊക്കെ വില കുറവാണ്. ഓക്കെ, ഈ ലുക്കൗട്ട് പോയിന്റിലോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. മൗണ്ട് മാക്സ്വെൽ പാർക്ക് ലുക്കൗട്ട്. അതൊരു മലയുടെ മുകളിലുള്ള ലുക്കൗട്ടാണ്. അപ്പം നല്ല രസമായിരിക്കും. നമ്മുടെ പോകാനുള്ള ഫെറി ദൂരെ ഇങ്ങനെ അടുത്ത
അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുണ്ട്, നല്ല വ്യൂ ആയിരുന്നു ഇവിടെ കേട്ടോ. നമ്മളിത് ഫെറിയിൽ നിന്ന് ഇറങ്ങി, നല്ല ഗോൾഡൻ അവർ ലൈറ്റിംഗ് ആണ് കേട്ടോ. ഇപ്പം പുറത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി. ഇപ്പം ഈ സൈഡിലോട്ടൊക്കെ നോക്കി ഭയങ്കര മലനിരകളൊക്കെ ഉണ്ട്, ഭയങ്കര രസമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ലുക്കൗട്ട് പോയിന്റിൻ്റെ എന്തൊരു ഇതാണ്, ലുക്കൗട്ട് പോയിന്റിൻ്റെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഫുൾ കാടിക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൈഡ് ഈ വണ്ടി കുലുങ്ങുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് ഫുട്ടേജസിന് അത്ര ഷെയ്ക്ക് ആവാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും അയ്യോ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇത് ഫുള്ള് ഓഫ് റോഡ് പോലെ, നമ്മുടെ സാധാ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിത് പറ്റില്ല കേട്ടോ. ഇത് വർഗീസിൻ്റെ മാത്രം കഴിവ് കൊണ്ട് മാത്രം ഇങ്ങനെ കയറി പോകുന്നതാണ്. ഇത് ഈ വഴി അങ്ങോട്ട് നോക്കിയാൽ ഭയങ്കര ഉണ്ട്. നമ്മൾ ഫുള്ള് 2 കത്തീഡ്രൽ ഗ്രൂപ്പ് പോലെ മണ്ടയ്ക്ക് ഇങ്ങനെ ട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞ് വളഞ്ഞ് മണഞ്ഞ് കിടക്കുക. പിന്നെ ഞാനിത് ജസ്റ്റ് ഗ്ലാസ് ഒന്ന് താത്ത് വണ്ടി ഞാൻ പുറത്ത് കാണിക്കാം കേട്ടോ. ഇത് ഇപ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ. നമ്മളിത് ഇതുണ്ടോ, ഭയങ്കര ഷെയ്ക്കായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് താഴെയൊക്കെ ഉണ്ടോ വണ്ടി, സൈഡിലൊക്കെ ഭയങ്കര. ഇത് നമ്മുടെ സാധാ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് കയറില്ല കേട്ടോ. ഇത് നമുക്ക് ഈ നമ്മുടെ 4 വീൽ ഡ്രൈവ് വണ്ടി കൊണ്ടുവന്ന് മാത്രമേ ഇത് കയറുള്ളൂ. അതുപോലെ ഇതാണ്. പക്ഷെ ഇതുണ്ടോ, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഉണ്ടോ. അതിനകത്തൂടെ ആ ടിൻഡിൽ എഫക്റ്റ് ഗോൾഡൻ ലൈറ്റ്സ് വരുന്നുണ്ടോ അതിൽ കൂടെ, മരത്തിനകത്തൂടെ. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത്. പിന്നെ നമ്മൾ മേളിൽ ചെന്നിട്ട് സൺസെറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് ഡ്രോൺ ഇറക്കിയാൽ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ വർഗീസ് ഇവിടെ 4 വീൽ ഡ്രൈവ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിക്കകത്ത്. ഇത് കണ്ടോ, നമുക്കവിടെ നോക്കിയാൽ കാണാം. അത് 4 വീൽ ലോക്ക് എന്ന് പറഞ്ഞ് വന്ന്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ടയർ ഗ്രൗണ്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ, ഇത് കണ്ടോ ടെറൈൻ കണ്ടോ നിങ്ങൾ, റോഡ്. ഇതൊരിക്കലും നമ്മുടെ സാധാ വണ്ടി കൊണ്ട് കയറില്ല കേട്ടോ. ഇത് പുറത്തിറങ്ങിയിട്ട് ആ വണ്ടി കയറുന്നതിൻ്റെ ഫുട്ടേജ് ഒരെണ്ണം എടുക്കണമായിരുന്നു. അതുവരെ എൻ്റെ ഭയങ്കര ഇത് വരുള്ളൂ. എന്നാലും അത് പതിയെ ഡിഫറൻഷ്യൽ ടോർക്ക് എന്നാണ് പറയുന്നത്. വെച്ചാൽ ഒരു ടയർ ലോക്ക് ചെയ്ത് വെച്ച് മറ്റേ ടയറിനകത്തൊരു ടോർക്ക് പുഷ് ചെയ്ത് അങ്ങനെ വണ്ടി കയറി വരും. ഇത് ക്രോളിംഗ് ഒക്കെ ഉണ്ടോ, അതുപോലെ അങ്ങനെ ഒരു മെക്കാനിസം ഉള്ള വണ്ടിയാണ്. ഭയങ്കര നിങ്ങൾ അങ്ങോട്ട് നോക്കി കേട്ടു. ഈ സൈഡിലത്തെ വ്യൂ ഒക്കെ കണ്ടോ, എൻ്റെ മോനെ പൊളി സാധനം. ഇതേതുണ്ടോ, ഇപ്പം മരത്തിനകത്തോടൊക്കെ ഗോൾഡൻ ലൈറ്റ്സ് വരുന്നത്. അവിടെ താഴെ എൻ്റെ പൊന്നു ബ്രോ, അയ്യോ എൻ്റെ ദൈവമേ, ഇത് നമ്മുടെ എടാ, നീ എന്തിന് ഇത്ര ആഞ്ഞു പോന്നേ? എന്ത് പറ്റി? ക്ലിയറൻസ് ഉള്ള വണ്ടികൾ മാത്രമേ ഇങ്ങോട്ട് കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അടുത്ത 2 കിലോമീറ്ററത്തേക്ക്. ഇത് നിങ്ങൾ നോക്കിയാലും ഞാൻ ഈ ഫുട്ടേജ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ താത്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഇതെന്തൊരു എന്തൊരു ഫുട്ടേജ് ആണോ ഇത്. ഇതൊന്ന് പോയേ വർഗീസ്. ഇത് ഈ ഒരു ഫുട്ടേജ് നീ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അടിപ്പ് സാധനമായിരിക്കും. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഇതുണ്ടോ, ഇതുണ്ടോ, ഭയങ്കര ആ വണ്ടിയുടെ ആ വലിച്ച് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത്ര അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് കാണാൻ കഴിയില്ല. ചെല്ലുമ്പോഴത്തേക്ക് ഇത്തിരി ഇതിനകത്ത് ഭയങ്കര വരുന്നതുണ്ടോ ബ്രോ, അത് ഭയങ്കര രസമുണ്ട്. നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സൺസെറ്റ് തീരുന്നതിന് മുമ്പേ അവിടെ എത്തണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം.
അത് പറ്റുമെന്ന് എനിക്ക് തോന്നി. എൻ്റെ മോനെ ആ വ്യൂ ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ ചെറിയ ഡ്രോൺ പൊക്കാം, അത് ഭയങ്കര സൂപ്പർ വ്യൂ ബ്രോ. അത് എൻ്റെ മോനെ അത് ഇത് ഈ ക്യാമറയ്ക്കകത്ത് അത്രയും കിട്ടുമോയെന്ന് അറിയത്തില്ല, പക്ഷെ അത് ഭയങ്കര സൂപ്പർ വ്യൂ കേട്ടോ. ഇതുണ്ട് എടാ, ഇവിടെ ചുമ്മാ നിർത്തി ഒരു ഫോട്ടോ എടുക്കായിരുന്നല്ലോ. നേരെ കേട്ടോ, സമയമില്ല. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ സൂക്ഷിക്കണം വെച്ചാൽ, നമ്മൾ പ്രിക്കോഷനായിട്ട് നമ്മൾ ബെയർ സ്പ്രേ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ എനിക്ക് ഈ ഒരു ടെറൈൻ, ഈ ഒരു സംഭവം കണ്ട് ഇവിടെ എന്തായാലും ബ്ലാക്ക് ബെയർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. പക്ഷെ നമ്മുടെ അങ്ങനെ ഒരു പ്രിക്കോഷണറി മെഷർ ഒന്നുമില്ല. നിന്റെ ഉണ്ടോ? ആ അങ്ങനെ. ഓ ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റായി എന്നുള്ളൊരു ഒരു ഇത് വന്ന് എൻ്റെ ഒരു മൂഡ് ചെറുതായിട്ടൊന്ന് പോയായിരുന്നു. എനിക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ? അതിൻ്റെ ആ ഒരു വ്യൂ കണ്ടോ? ഇത് ഭയങ്കര നമ്മുടെ ഒരു മാജിക്കലായ ഒരു സ്ഥലത്തിലേക്ക് പോകുന്ന പോലുണ്ട്. ഈ സ്മഫ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവരുടെ ഒരു ജസ്റ്റ് ഭയങ്കര ഒരു എങ്ങനെ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഇതുണ്ട്, തറയൊക്കെ കണ്ടോ, ഫുള്ള് പായലൊക്കെ ആയിട്ട് ഭയങ്കര മാജിക്കലായിട്ടുള്ളൊരു ഇത്. നമുക്ക് ആ സൺ അവിടെ താഴെ വീഴുന്നതിന് മുമ്പേ, ഐ മീൻ സൺസെറ്റ് ആവുന്നതിന് മുമ്പേ നമുക്ക് അവിടെ എത്താനാണ് നമ്മുടെ പരിപാടി. എൻ്റെ മോനെ, ഇത് 1.8 കഴിയുമ്പോൾ അവിടെ ലുക്കൗട്ട് പോയിന്റ് ഉണ്ട്. ഇവിടെ ഡ്രോൺ ഒന്ന് പറത്തി ഒന്ന് പൊക്കിയുണ്ടല്ലോ എൻ്റെ പൊന്നു ബ്രോ. നല്ല കിടുക്കാച്ചി ഫുട്ടേജ് നമുക്ക് കിട്ടുമേ. ആ വ്യൂ കണ്ടോ നമ്മൾ? കാരണം അതൊരു പല ഷെയ്ഡായിട്ടാണ് ഇരിക്കുന്നത്. ദൂരെ നമ്മൾ മൗണ്ടൻ, ഇപ്പം ഈ ഗോപ്രോയ്ക്ക് അത്ര അല്ല, ഐ മീൻ എൻ്റെ ആക്ഷൻ 5-ന് അത് അത്ര വൃത്തിയായിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ദൂരത്ത് പല മലകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ മലകൾക്ക് ഓരോരോ ഷെയ്ഡായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ സമ്മറി വന്നാൽ പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം ആ വിൻ്ററിൻ്റെ ആ ഒരു ആകാശത്തിനെ അത് കളർ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇപ്പോൾ വന്നാലെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ആ ഗോൾഡൻ അവറിൻ്റെ ലൈറ്റ് ഈ മരത്തിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. കാരണം എനിക്ക് ഇതിനകത്ത് എത്രയും ഈ ക്യാമറ ഇത് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മളിത് റിയൽ ലൈഫായിട്ട് നമ്മളിവിടെ നിന്ന് നമ്മളിത് കാണേണ്ട ഒരു സ്കീമാണ് കേട്ടോ. ഇത് അടിപൊളി എന്ന് പറഞ്ഞാണല്ലോ, അടിപൊളി അമ്മാതിരി വ്യൂ. ഇതാ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മുടെ ഇൻകാൻഡിസൻ ബൾബൊക്കെ ഇല്ലേ, ഈ നമ്മുടെ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉള്ള ആ ബൾബ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു വെട്ടം അടിക്കുന്ന പോലെ അമ്മാതിരി കളറാണ് ഇവിടെ. നോക്കിക്കണ്ടോ, സൂപ്പർ. ഇതേ നമ്മൾ വ്യൂ പോയിന്റ് എത്തി കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ച് നമ്മൾ ഇറങ്ങി. എൻ്റെ പൊന്നെ, സ്പോട്ട് കണ്ടോ? ഇവിടെ ആ ഇവിടെ ഒക്കെ ഉണ്ട്. പിള്ളേരുടെ ഒക്കെ ഒരു ആവേശം കണ്ടില്ലേ? പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. ഓ എൻ്റെ പൊന്നെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടുന്ന് വന്ന് ഫുട്ടേജസ് എല്ലാം എടുത്ത് സൂപ്പർ കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം. ഞാനാണെങ്കിൽ ഇവിടെ ഇത്രയും ഞാൻ ഒന്നുകൂടെ കാണിക്കാം, ഭയങ്കര രസം. എൻ്റെ ദൈവമേ, കണ്ടോ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ഇതേ. ഇവിടെ നേച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത്രയും സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ. എന്തായാലും ഞാൻ ഡ്രോണിനകത്തൊക്കെ കുറച്ച് ഫുട്ടേജൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടിക്കകത്തോട്ട് പോവാം, കാരണം ഇവിടെ നല്ല തണുപ്പായി ഇപ്പം. അപ്പം നമ്മൾ ഇപ്പം ഇത്രയും ക്ലിയർ ആണെന്ന് അറിയില്ല, പക്ഷേ ഇപ്പോഴും
നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചിറങ്ങുക കേട്ടോ ഇപ്പോഴേ. പക്ഷേ വെർത്തിറ്റ് ട്രിപ്പായിരുന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മളിത് വർഗീസിൻ്റെ വണ്ടിയായിട്ട് മാത്രം കയറാൻ പറ്റും. നമ്മുടെ സാധാ കാറായിട്ട് വന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ വഴി ഇത്രയും കയറാൻ പറ്റില്ല. പിന്നെ ഈ ഒരു തണുപ്പിൽ നമുക്ക് നമ്മുടെ കാർ താഴെ പാർക്ക് ചെയ്തിട്ട് ഹൈക്ക് ചെയ്ത് കയറുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും റൈറ്റ് ഡിസിഷൻ. പക്ഷേ നമ്മുടെ ഫെറി മുമ്പ് ഒരെണ്ണം മിസ്സായതുകൊണ്ട് നമുക്ക് ആ ഫുള്ള് ലൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും വളരെ നല്ല ജസ്റ്റ് ഇന്ന് ലൈറ്റ് ഇട്ടേക്കാം. ഓക്കെ. എന്നാലും നല്ല ഒരു ഇതായിരുന്നു ഹൈക്ക്. ഐ മീൻ ഓഫ് റോഡിങ്ങും അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷെ ഒരു ഭയങ്കരമായൊരു ഓഫ് റോഡല്ല, എന്നാലും അത്യാവശ്യം കൊള്ളാമല്ലേ വർഗീസ്? എന്നിട്ട് ഇവിടെ ഇത്ര എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ വെള്ളക്കാരുടെയൊക്കെ ഈ ഒരു അഡാപ്റ്റബിലിറ്റിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിവിടെ വന്നപ്പം ഈ നമ്മൾ കണ്ട മലകളില്ലേ അതിൻ്റെ താഴെ ഒരാൾ ഈ മൗണ്ടൻ ക്ലൈമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇത്രയും തണുപ്പത്ത്. എന്നിട്ട് ഇപ്പം മൗണ്ടൻ ക്ലൈമ്പിങ് ചെയ്തുകൊണ്ടിട്ട് എങ്ങനെയാ പുള്ളി സ്റ്റക്ക് ആയത്? എങ്ങനെയാ അവിടെ പുള്ളി ഈ മറ്റേ ഈ ഇത്രയും തണുപ്പത്ത് ഈ മലയിലൊക്കെ പിടിച്ച് കയറി രാത്രി ഇങ്ങനെ ഈ മറ്റേ അതിനകത്തൂടെ കിടന്ന് സ്പൈഡർമാൻ കളിക്കുക ഈ തണുപ്പത്ത്. എന്താന്ന് നോക്കണേ. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്ന് ആദ്യം ഡ്രോൺ എടുത്ത് ഫുട്ടേജസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ ഒരു അപ്പൂപ്പൻ പറഞ്ഞ് ബ്രോ അല്ല പിള്ളേരത് ഇവിടെ ഒരാൾ സ്റ്റക്കായി നിൽക്കുക, നിങ്ങൾ ഡ്രോൺ ഒന്ന് കൊണ്ടുവരാൻ നോക്കാൻ പറ്റുമോ? അപ്പം ഞങ്ങൾ വിചാരിച്ചു എൻ്റെ ദൈവമേ ആൾ സ്റ്റക്കായിരിക്കും, തൂങ്ങി കിടക്കുകയാണോ, എങ്ങനെ കയറി എടുക്കുമെന്നൊക്കെ ഉള്ള ഇതായിട്ട് നമ്മൾ അധികം ഫുട്ടേജസ് അവിടെ എടുക്കാണ്ട് നേരെ പുള്ളിയുടെ അടുത്തോട്ട് പോയി. പക്ഷേ പുള്ളി സീനൊന്നുമില്ല, പുള്ളി കൂളായിട്ട് നൈസായിട്ട് കയറി വന്നു പുള്ളി. എന്നിട്ട് റോഡ് കാണിക്കാം. ഇത് നമ്മൾ ജസ്റ്റ് സ്റ്റോറി തീർത്തിട്ട് എന്നിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഫെറിയിലേക്ക് തന്നെ പോവാണ്. 5:45 ഫെറി, 5:45 നമ്മളവിടെ എത്തുള്ളൂ. 5:30 ഫെറി ഉണ്ട്. അതെന്തായാലും നമുക്കിത് കിട്ടില്ല. ഇതാണ് കണ്ടോ നമ്മുടെ കാടിൻ്റെ ആ ഒരു രാത്രിയിലത്തെ ആ ഒരു വൈബ് ഉണ്ടോ അത്. ഇപ്പോൾ ഇവിടെ സമയം രാത്രി 5:10, വൈകുന്നേരം 5:10 ഇപ്പോൾ വിൻ്റർ സമയമായതുകൊണ്ടാണ് കേട്ടോ ഈ സമയത്തൊക്കെ ഇപ്പോൾ സൺഡൗൺ ആകുന്നത്, എന്ന് വെച്ചാൽ സൺസെറ്റ് ആകുന്നത്. എല്ലാ സമയം ഈ ടൈമിലൊന്നും അങ്ങനെ സൺസെറ്റ് ആവില്ല, നമുക്ക് നല്ല പ്രകാശം ഉണ്ടായിരുന്നേനെ. പക്ഷെ എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഫെറിയിലെത്തിയിട്ട് വീട്ടിൽ പോവാണ്. അപ്പം ഇത് ഞങ്ങളുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പോരായ്മകളൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിനകത്ത് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇനിയും വരുന്ന വീഡിയോയിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് നല്ലതായിട്ടൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ഞങ്ങളുടെ അവതരണമൊക്കെ വൃത്തിയാക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങളിത് ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങളത് അപ്രീഷിയേറ്റ് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സന്തോഷമാകും. അപ്പം ചാനൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോസ് എത്തിക്കുക. അപ്പം താങ്ക് യു സോ മച്ച്. വി ആർ സൈനിങ് ഓഫ്. എല്ലാവരും ഉണ്ട്. വർഗീസ് ഓക്കെ. ഇവിടെ ബാക്കിൽ വൈശാഖ് കാണുന്നില്ല, ഇരുട്ടാണ്. പിന്നെ വൈശാഖ് ഉണ്ട്, പിന്നെ ഇവിടെ നന്ദനയുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് എവരി വൺ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ.